അമ്മേ, രച്ചുവിന്റെ അമ്മയാണോ? ആ. നേരെ കാര്യത്തിലോട്ട് കടക്കാം. വളഞ്ഞു മൂക്ക് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രച്ചു എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ രച്ചുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരേണ്ടി വരും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടും. ഒരു കാര്യം ഞാൻ സ്ട്രെയിറ്റ് ആയി പറയാമേ, ഞാനും എന്റെ വീട്ടുകാർ സ്ത്രീധനത്തിനെതിരാണ്, ഭയങ്കര എതിരാണ്. അത് കാരണം അമ്മയ്ക്ക് സ്ത്രീധനത്തിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇനി അമ്മയ്ക്ക് ബുള്ളറ്റോ ഫോർച്യൂണറോ തരാൻ ആഗ്രഹം ഉണ്ടായി തന്നിട്ട് കാര്യമില്ല. കാരണം അതിടാ എനിക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല. നീ പറയണ സത്യാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നാ വിളിക്ക് നിങ്ങളുടെ മകളെ. സത്യം നോണ എന്താന്ന് അറിയാലോ. രച്ചു, രച്ചു, എന്തമ്മേ? ആരാടി ചെക്കൻ? വായി തോന്നിയത് എന്തൊക്കെയോ പറയണ്ടല്ലോ. ആരത്? എനിക്കറിയില്ല. രച്ചു, നീ ആരും പേടിക്കണ്ട. സത്യം പറഞ്ഞു കൊടുക്ക്, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്. രച്ചു, നീ എന്തിനാ പേടിച്ചിരിക്കുന്നത്? ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ അമ്മയുടെ അടുത്ത് അല്ല സത്യം, സത്യം പോലെ പറഞ്ഞു കൊടുക്ക്. അതിന് നീ ഏതാ? രച്ചു, നീ എന്നെ സ്നേഹിക്കുന്നില്ല രച്ചു? ഞാൻ എന്തിനാ നിന്നെ സ്നേഹിക്കണേ? നീ ഏതാ ഇനി? ഇങ്ങനെ നോണ പറയില്ല രച്ചു. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വീട് കണ്ടുപിടിച്ച്. എന്തിനു കണ്ടുപിടിച്ചു? നിന്റെ അടുത്തൊന്നും ഞാൻ അത് പ്രതീക്ഷിച്ചില്ല രച്ചു. നോക്ക് നോക്ക്, ഞാൻ വിഷ്ണു. ആരാടാ നീ? എടി ചതിയെത്തി, നീ എന്നെ ചതിക്കായിരുന്നുല്ലേ? പിന്നെ ഇത് ആരുടെ അക്കൗണ്ട് ആടി? ഇതെന്റെ അക്കൗണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ലേ? പിന്നെ എന്തിനാടി ഞാൻ ഇന്നലെ ഇൻസ്റ്റയിലിട്ട പോസ്റ്റിന് നീ ലൈക്ക് ചെയ്ത്?